എന്നാലും നിനക്ക് എന്റെ കൂടെ ഓടിയെത്താൻ കഴിഞ്ഞില്ലല്ലോ. എന്നെ കളിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. എന്തു പറ്റി മോളെ? എന്തിനാ എന്റെ പൊന്നുമോള് കരയുന്നത്? അമ്മ, ഇന്ന് സ്കൂളിൽ സ്പോർട്സ് ഡേ ആയിരുന്നു. ഞാൻ എല്ലാ മത്സരത്തിലും പങ്കെടുത്തു. പക്ഷെ എനിക്ക് അവനിപ്പോൾ ഓടിയെത്താൻ കഴിഞ്ഞില്ല. അതും പറഞ്ഞ് അവൻ എന്നെ കളിയാക്കുക. ഇനി അവൻ എന്റെ മോളെ കളിയാക്കില്ല കേട്ടോ. മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, ഇനി അവൻ കളിയാക്കിയാൽ മോള് മുത്തശ്ശിയോട് പറഞ്ഞാ മതി. നല്ല മുത്തശ്ശി. അതൊക്കെ പോട്ടെ, കളറിംഗ് കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിയതിന് മിഠായി എവിടെ? ഈ കുറുമ്പന് മുത്തശ്ശിയുടെ അടുത്ത് അതും പറഞ്ഞു. ഞാൻ സർപ്രൈസ് ആക്കി വെച്ചതായിരുന്നു. അച്ഛൻ വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ സർപ്രൈസ് പൊട്ടിക്കാന്ന് വിചാരിച്ചതാ. അതും കളഞ്ഞു. ആഹാ, കൺഗ്രാറ്റുലേഷൻസ്, മിടുക്കി മോള്. കണ്ടില്ലേ, ഓരോരുത്തർക്കും അവരവരുടേതായ വ്യത്യസ്തമായ കഴിവുകളുണ്ട്. മോൾക്ക് വരയ്ക്കാനുള്ള കഴിവാണ് ഉള്ളത്, അവന് ഓടാനും ചാടാനും കഴിയും എന്ന് കരുതി മറ്റുള്ളവരുടെ കുറവുകളെ നമ്മൾ കളിയാക്കരുത്. സോറി മുത്തശ്ശി, ഇനി ഞാൻ ആരെയും കളിയാക്കില്ല. നല്ല കുട്ടി. മുത്തശ്ശി ഒരു ആനക്കുട്ടിയുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. അവൾ വളരെ പാവവും ദയയുള്ളവളുമായിരുന്നു. ഒരു ദിവസം അവൾ കാട്ടിലൂടെ നടക്കുമ്പോ ഒരു മുയൽ അതുവഴി വന്നു. ഹായ്, ഹൗ ആർ യു? എങ്ങോട്ടാ ഈ വലിയ മൂക്കുമായി പോകുന്നത്? ഇത് കേട്ടപ്പോൾ ആനക്കുട്ടിക്ക് സങ്കടായി. എന്റെ മൂക്ക് കണ്ടില്ലേ? മൂക്കായാൽ ഇങ്ങനെയാവണം. എന്ത് ഭംഗിയുണ്ട്! ഇതൊരു മാതിരി നീണ്ട തൂണ് പോലെ. അപ്പോഴാണ് മുയലിന്റെ ഫ്രണ്ടായ ആമയും ആ വഴി വന്നത്. എന്താണ് രണ്ടാളും തമ്മിൽ ഒരു തമാശ? ഞാനും കേൾക്കട്ടെ. ആമച്ചാരെ, നിങ്ങൾ തന്നെ പറ, ഇവന്റെ മൂക്കാണോ അതോ നമ്മുടെ രണ്ടാളോ മൂക്കാണോ കാണാൻ? എന്താ സംശയം? എന്റെയും നിന്റെയും മൂക്ക് തന്നെ. പോരാത്തതിന് മുറം പോലുള്ള ചെവിയും. ഇതൊക്കെയാണ് ചെവി. എന്ത് ഭംഗിയാണ് കാണാൻ. താങ്ക് യു. ബൈ ദ ബൈ. ആ, പറഞ്ഞപ്പോഴാ, ഇന്ന് എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനുണ്ട്. ഞാൻ പോട്ടെ, ബൈ. അവള് പാവമായതുകൊണ്ട് തന്നെ അവളെ കാട്ടിലുള്ളവർ എപ്പോഴും ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും. പാവ ആനക്കുട്ടിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അവള് പതിവ് പോലെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നു നീങ്ങി. അവൾ നടന്ന് ഒരു പുഴക്കരയുടെ അടുത്തെത്തി. കൂട്ടുകാരാ, എന്താ മുഖത്തൊരു സങ്കടം പോലെ? ഓ, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എന്തായാലും പറയൂ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. എല്ലാവരും എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അതാണോ കാര്യം? ഇന്ന് നിന്നെ ആരോ കളിയാക്കി കാണും അല്ലേ? ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഈ കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ ഒരാൾക്ക് ഈ കാട്ടിൽ പറ്റൂ. ആരാണത്? മൂങ്ങ സന്യാസി. മൂങ്ങ സന്യാസിയോ? അയ്യോ, എനിക്ക് പേടിയാ. നിന്റെ ഈ പേടിയാണ് ആദ്യം മാറേണ്ടത്. അതിനങ്ങേരാണ് ബെസ്റ്റ്. ഞാൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നീ ധൈര്യമായി ചെല്ല്. അങ്ങനെ മീൻ പറഞ്ഞത് കേട്ട് നമ്മുടെ ആനക്കുട്ടി മൂങ്ങ സന്യാസിയെ കാണാൻ പുറപ്പെട്ടു. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. നമസ്കാരം ചേട്ടാ, ഞാൻ ആ പുഴക്കരയിലെ മീൻ പറഞ്ഞിട്ട് വന്നതാ. അവൻ എന്നെ വിളിച്ചിരുന്നു. എന്ന കാര്യം പറയൂ. എന്നെ സഹായിക്കണം. ഈ കാട്ടിലെ എല്ലാവരും
എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നു. എന്റെ ഈ വലിയ തുമ്പിക്കൈയും ഈ മുറം പോലെയുള്ള ചെവിയുമെല്ലാം എനിക്കൊരു ഭാരമായി തോന്നുന്നു. എനിക്ക് കാട്ടിലെ മറ്റു മൃഗങ്ങളെ പോലെ ചെറിയ ചെവിയും തുമ്പിക്കൈയും മതി. ഇത് കേട്ടതും മൂങ്ങ സന്യാസിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. മൂങ്ങ സന്യാസി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നിങ്ങളും എന്നെ കളിയാക്കുകയാണോ? ക്ഷമിക്കണം, ഒരിക്കലുമല്ല. ഞാൻ നിങ്ങളുടെ ആഗ്രഹം കേട്ടിട്ട് ചിരിച്ചു പോയതാണ്. നോക്കൂ, ഈ കാട്ടിലെ ഓരോ ജീവിവർഗങ്ങളും വ്യത്യസ്തങ്ങളാണ്. നിങ്ങളുടെ ഈ വലിയ തുമ്പിക്കൈ പോലെ വേറെ ആർക്കെങ്കിലും തുമ്പിക്കൈ ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ ഈ ചെവി പോലെ ഇത്രയും വലിയ ചെവി വേറെ ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞത്, ഈ കാട്ടിലെ ഓരോ ജീവിവർഗങ്ങളും വ്യത്യസ്തങ്ങളാണ്. നിങ്ങളുടെ തുമ്പിക്കൈയും ചെവിയും അതിൻ്റെതായ സവിശേഷതകളും ലക്ഷ്യങ്ങളും ഉണ്ട്. ചെവികൾ നിങ്ങൾക്ക് ശത്രുക്കളുടെ കാൽപെരുമാറ്റം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ തുമ്പിക്കൈ കൊണ്ടും നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ശേഖരിച്ച് കുടിക്കാനും പറ്റും. നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക, മനസ്സിലാക്കുക. അവിടെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയും. ശരിയാണ്, ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു. എൻ്റെ കഴിവുകൾ മനസ്സിലാക്കി തന്നതിന് നന്ദി. നിനക്ക് നല്ലത് മാത്രമേ വരൂ. പോയി വരൂ. അതും പറഞ്ഞ് മൂങ്ങ സന്യാസി ധ്യാനത്തിൽ മുഴുകി. ആനക്കുട്ടി സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ ആനക്കുട്ടി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടക്കുന്ന സമയം പെട്ടെന്ന് കുറച്ച് മൃഗങ്ങളുടെ നിലവിളി ശബ്ദം കേട്ടു. ആനക്കുട്ടി തന്റെ ചെവി ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ചു. എവിടെ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോൾ അതാ ദൂരെ കാട്ടിനുള്ളിൽ വേട്ടക്കാരൻ കുഴിച്ചു വെച്ച ഒരു വലിയ വാരിക്കുഴിയിൽ ആമയും മുയലും കുറുക്കനും വീണു കിടക്കുന്നു. ഏത് ആമയും മുയലും കുറുക്കനുമാണെന്നറിയോ? നമ്മുടെ ആനയെ കളിയാക്കിയ അതേ ആമയും കുറുക്കനും മുയലും. നമ്മുടെ ആനക്കുട്ടി വേറൊന്നും ആലോചിക്കാതെ തന്റെ ഫ്രണ്ട്സിനെ വലിയ തുമ്പിക്കൈകൾ കൊണ്ട് വാരിക്കുഴിയിൽ നിന്നും രക്ഷിച്ചു. അപ്പോഴാണ് വേട്ടക്കാരൻ ആ വഴി വന്നത്. ആനയെ കണ്ടതും അയാൾ പേടിച്ച് വന്ന വഴി തിരിച്ചുപോയി. ഒരുപാട് നന്ദിയുണ്ട് സുഹൃത്തെ. നീ ഞങ്ങളുടെ നിലവിളി കേട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ആ വേട്ടക്കാരൻ കൊണ്ടുപോയേനെ. നിന്റെ ചെവിയെ പറ്റി ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു. നിന്റെ തുമ്പിക്കൈനെ കുറിച്ച് ഞാനും ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അവസാനം നിന്റെ തുമ്പിക്കൈ വേണ്ടി വന്നു ഞങ്ങളെ രക്ഷിക്കാൻ. എന്നോട് ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഞാൻ നിന്നെ കളിയാക്കില്ല. അങ്ങനെ അവർ പരസ്പരം കളിയാക്കാതെ നല്ല സുഹൃത്തുക്കളായി പരസ്പരം കെട്ടിപ്പിടിച്ചു. കൂട്ടുകാരെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എല്ലാ മനുഷ്യരിലും അവരവരുടേതായ കഴിവുകളുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുന്നത്. സ്വന്തം കഴിവുകളെ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുക.